കൊല്ലം കുളത്തൂപ്പുഴയിൽ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മുണ്ടക്കയം സ്വദേശി സജിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ശിവരാത്രിയുടെ അന്ന് മകോത്സവത്തിൽ ഈ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. വീരപ്പൻ എന്ന് സജിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം കൊണ്ട് ഇവനെ കാണാത്തതിൽ ഇതിലെ നമ്മുടെ ജനങ്ങൾ തന്നെ വിളകിന് കയറി പോയപ്പോഴാണ് ഈച്ചയടിക്കുന്നത് കണ്ട് കയറി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അവൻ വിളിച്ചെന്നെ വിവരം അറിയിക്കുകയും അതിന് പ്രകാരം നമ്മളെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പറിനെ അറിയിക്കുകയും മെമ്പറെ സ്റ്റേഷനെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇത് എപ്പോഴാണ് ഈ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്താണ് ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത്? അമൃത, ഇന്നാണ് കണ്ടെത്തിയത്. കോട്ടയം മുണ്ടക്കയം സ്വദേശിയായിട്ടുള്ള സജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സജിൻ സർക്കാർ നൽകിയ 1 ഏക്കർ ഭൂമിയും വസ്തുവും ലഭിച്ചതോടെ ഈ അടുത്തിടയ്ക്കാണ് കുളത്തൂപ്പുഴ ചോഴിയക്കോട് 1 ഏക്കറിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തിടെ കുടുംബ പ്രശ്നവുമായിട്ട് ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്നു. ഈ കുളത്തൂപ്പുഴ വീട്ടിൽ സജിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ആദിവാസി മലവേടർ വിഭാഗത്തിൽപ്പെട്ട യുവാവാണ് മരണപ്പെട്ട സജിൻ. 3 ദിവസം പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 3 ദിവസമായിട്ട് കാണാത്തതിനെ തുടർന്ന് സമീപവാസികളായിട്ടുള്ള ബന്ധുക്കളാണ് വീടിന്റെ വാതിൽ തുറന്നു കിടന്നത് കണ്ട് അകത്ത് കയറി നോക്കിയത്. അപ്പോഴാണ് സജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും കുളത്തൂപ്പുഴ പോലീസിൽ വിവരം അറിയിച്ച് കുളത്തൂപ്പുഴ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭാര്യയും അതുപോലെ 3 മക്കളുമാണ് സജിനുള്ളത്. ഇവർ പിണങ്ങി മറ്റൊരു വീട്ടിലായിരുന്നു. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.